അവൻ ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപ്പാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1930. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. PP ദിവ്യ മോഡൽ സ്ത്രീ ശാക്തീകരണം നാടിന് ആപത്താണെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ. കേരളത്തിലെ സർക്കാർ സമസ്ത മേഖലയിലും പരാജയമെന്നും ഷാനിമോൾ ഉസ്മാൻ. KSSPA ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മാടായിൽ നടന്ന വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. എരമം പുല്ലുപാറ ഭാഗത്ത് പുലിയെ കണ്ടതായി അഭ്യൂഹം. രാത്രിയിൽ കാറിൽ വരുമ്പോൾ റോഡരികിൽ നിന്നും ഓടിമറയുന്നത് കണ്ടെന്ന് പ്രദേശവാസികൾ. സ്ഥലത്ത് പരിശോധന നടത്തി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. 16 വർഷങ്ങൾക്ക് ശേഷം മുതിനൂരിന്റെ മണ്ണിലെത്തിയ കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വേദികൾ വ്യാഴാഴ്ച ഉണരും. സ്റ്റേജ് തര മത്സരങ്ങൾ ബുധനാഴ്ച പൂർത്തിയായി. 8 വേദികളിലായി ബുധനാഴ്ച നടന്നത് 28 ഇനങ്ങളിലെ മത്സരങ്ങൾ. പയ്യന്നൂരിനെ മാലിന്യമുക്തമാക്കാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ പുതിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുമ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് 7 ചാക്കോളം മാലിന്യങ്ങൾ തള്ളി. ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ പ്രവർത്തനം നടപടി അർഹിക്കുന്നത്. പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് നഗരസഭ അധികൃതരും ആരോഗ്യവകുപ്പും സ്ഥലത്തെത്തി. കർശന നടപടിയെന്ന് ചെയർപേഴ്സൺ. വിശദമായ വാർത്തകളിലേക്ക്. PP ദിവ്യ മോഡൽ സ്ത്രീ ശാക്തീകരണം നാടിന് ആപത്താണെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ. കേരളത്തിലെ സർക്കാർ സമസ്ത മേഖലയിലും പരാജയമെന്നും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. KSSPA ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മാടായിൽ നടന്ന വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുകയാണ് കേരളത്തിലെ ജനങ്ങൾ. വിലക്കയറ്റം തടയാൻ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. ക്രിമിനലുകളും ലഹരി മാഫിയയും സംസ്ഥാനത്ത് അഴിഞ്ഞാടുകയാണ്. ഇതിനൊന്നും തടയിടാൻ കേരളത്തിലെ സർക്കാരിന് സാധിക്കുന്നില്ലെന്നും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. ഇവിടെ നടക്കാൻ പാടില്ലാത്തത് ഈ കേരളത്തിന്റെ മണ്ണിൽ നടന്നിരിക്കുന്നു, കണ്ണൂരിന്റെ മണ്ണിൽ നടന്നിരിക്കുന്നു. എന്നിട്ടോ ആരാ പോകുന്നത്? ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന മഹാനായ CPM സെക്രട്ടറി പറഞ്ഞു, നമ്മൾ ഇവയോടൊപ്പമാണ്. അത് പത്തനംതിട്ട വെച്ച് പറഞ്ഞതാണ്. ഇവിടെ പയ്യന്നൂരിൽ നിന്നുകൊണ്ട്, കണ്ണൂരിൽ നിന്നുകൊണ്ട് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ സ്വീകരിക്കാൻ പോയത് മറ്റൊരു സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രതീകമായിട്ടുള്ള ആന്തൂരിലെ സാധന കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്തുള്ള ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ PK ശ്യാമള എന്ന് പറയുന്ന മുനിസിപ്പൽ ചെയർമാനായിരുന്നു. ഇതെന്താ ആരോടാ കാണിക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കൊണ്ട് വെല്ലുവിളിക്കുകയല്ലേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി, CPM വെല്ലുവിളിക്കുകയല്ലേ? അപ്പൊ ഒരു വശത്ത് ഭർത്താവ് പോയി പാർട്ടിക്ക് വേണ്ടി പറയുന്നു ഞാൻ അവർക്കൊപ്പമാണ് എന്ന് പറയുന്നു. ഇവിടെ നിന്നുകൊണ്ട് ജയിലിന്റെ വാതിക്കൽ പോയി PP ദിവ്യയെ ഷാൾ അണിയിച്ച് പൂച്ചന്റെ പുറത്ത് ക്ഷണിച്ചു കൊണ്ടുവരാൻ പോയത് ഭാര്യ. അപ്പൊ ഈ തരികിട ഇനി കേരളത്തിൽ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഈ സമ്മേളനത്തിൽ വെച്ച് പ്രതിജ്ഞ ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് V ലളിത അധ്യക്ഷയായി. ഡോക്ടർ VN രമണി, രജനി രമാനന്ദ്, T വനജ, തങ്കമ്മ വേലായുധൻ, ഗീത കൊമ്മേരി, PC പ്രേമവല്ലി, PV ധനലക്ഷ്മി, TG ഓമന, TJ എൽസമ്മ, A ഉഷ, PR ദേവി, K ഡെയ്സി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. എരമം പുല്ലുപാറ ഭാഗത്ത് പുലിയെ കണ്ടതായി അഭ്യൂഹം. രാത്രിയിൽ കാറിൽ വരുമ്പോൾ റോഡരികിൽ നിന്നും ഓടിമറയുന്ന നിലയിലാണ് പുലിയെ കണ്ടത്. സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. എരമം പുല്ലുപാറയിൽ ശാസ്താംപാറ ഭാഗത്താണ്
പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞത്. രാത്രിയിൽ കാറിൽ വരികയായിരുന്ന 4 പേരാണ് പുലിയെ കണ്ടത്. റോഡരികിൽ നിന്നും ഓടിമറയുന്ന നിലയിലാണ് പുലിയെ കണ്ടതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇന്നലെ ഒരു 12:15 ടൈമിന് പുല്ലുവാറയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റോഡ് ക്രോസ് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ വനം വകുപ്പിൽ നമ്മളെ വിളിച്ച് പറഞ്ഞ സമയത്ത് അവർ രാവിലെ വന്നിട്ട് പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഏക്കർ കണക്കിന് കാട് പിടിച്ച് കിടക്കുന്ന പാറപ്രദേശമാണ് ഇവിടം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും പുലിയുടേതെന്ന് സംശയിക്കുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രദേശത്തുള്ള ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എം രഞ്ജിത്ത് പറഞ്ഞു. ഇന്നലെ ഏകദേശം ഒരു 12:15 രാത്രിയോടുകൂടി ശാസ്താംപാറ എന്ന സ്ഥലത്തുള്ള പുല്ലുപാറയിൽ വെച്ച് 2 യുവാക്കൾ ടർഫിലെ കളിയും കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു പുലിയെ കണ്ടതായി പറയപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ പാറ മട എന്ന് പറഞ്ഞ സ്ഥലത്തും ഇന്നലെ രാവിലെ കണ്ടെന്ന് പറഞ്ഞിട്ട് പുലിയെ കണ്ടെന്ന് പറഞ്ഞിട്ട് വനം വകുപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. സ്ഥലങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. കാൽപ്പാടുകളൊന്നും കൃത്യമായി കിട്ടിയിട്ടില്ല. വരും ദിവസങ്ങളിലും ഇതുപോലെയുള്ള ഭീഷണി തുടരുകയാണെങ്കിൽ ഈ സ്ഥലങ്ങളിൽ RRTയുടെ സഹായത്തോടു കൂടി ഡ്രോൺ പറത്തുകയും പിന്നെ കൂടുതൽ വന ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ നിയോഗിക്കുകയും ചെയ്യുന്നു. മുകളിലുള്ള നിർദ്ദേശപ്രകാരം ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ജനങ്ങൾ കൂടുതലും ജാഗ്രത പാലിക്കുക എന്ന് പറയാനുള്ളത്. കഴിവതും വീടുകളിൽ രാത്രികാലങ്ങളിൽ വെളിച്ചം ഇട്ടുവെക്കുക. പ്രദേശത്ത് തെരച്ചിൽ നടത്താനും ഹെലി ക്യാമറ ഉപയോഗിച്ച് നിരീക്ഷണം നടത്താനും RRT സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ MK ജിജേഷ്, നികേഷ് വെമ്പിരിഞ്ഞൻ എന്നിവരും വനം വകുപ്പ് സംഘത്തിലുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാതറ. 16 വർഷങ്ങൾക്ക് ശേഷം ഉദനൂരിന്റെ മണ്ണിലെത്തിയ കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വേദികൾ വ്യാഴാഴ്ച ഉണരും. സ്റ്റേജ് തര മത്സരങ്ങൾ ബുധനാഴ്ച പൂർത്തിയായി. 8 വേദികളിലായി 28 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. സ്റ്റേജ് തര ഇനങ്ങൾ ഉൾപ്പെടെ ബുധനാഴ്ച വൈകുന്നേരം വരെ പുറത്തുവന്ന ഫലങ്ങളിൽ 177 പോയിന്റ് നേടി ഹോസ്ദുർഗ് ഉപജില്ല 1ാം സ്ഥാനത്ത് തുടരുകയാണ്. ആതിഥേയരായ ചെറുവത്തൂർ ഉപജില്ല 173 പോയിന്റുമായി 2ാം സ്ഥാനത്തും 171 പോയിന്റ് സ്വന്തമാക്കി ബേക്കൽ ഉപജില്ല 3ാം സ്ഥാനത്തുമുണ്ട്. സ്കൂളുകളിലെ പോയിന്റിൽ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ 50 പോയിന്റുമായി മുന്നിലാണ്. 38 പോയിന്റ് നേടി ഉദുമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനത്തും ചെമ്മനാട് CGHSS 35 പോയിന്റ് നേടി 3ാം സ്ഥാനത്തും തുടരുകയാണ്. വ്യാഴാഴ്ച സ്റ്റേജ് ഇനങ്ങളിൽ ഭരതനാട്യവും കുച്ചിപ്പുടിയും കേരള നടനവും ഉൾപ്പെടെ ശാസ്ത്രീയ നൃത്ത മത്സരങ്ങളും മാപ്പിളപ്പാട്ടും ദഫ്മുട്ടും ഓട്ടംതുള്ളലും മോണോ ആക്ടും ഉൾപ്പെടെയുള്ള ഇനങ്ങളും 12 വേദികളിലായി നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരസഭയിൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മാലിന്യം തള്ളി. ബുധനാഴ്ച രാവിലെയാണ് വാഹനത്തിലെത്തിയവർ 7 ചാക്കോളം മാലിന്യങ്ങൾ തള്ളിയത്. പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് നഗരസഭാ അധികൃതരും ആരോഗ്യവകുപ്പും സ്ഥലത്തെത്തിയിരുന്നു. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബുധനാഴ്ച രാവിലെയോടെയാണ് വാഹനത്തിലെത്തിയവർ 7 ചാക്കോളം മാലിന്യങ്ങൾ തള്ളി കടന്നു കളഞ്ഞത്. പയ്യന്നൂരിനെ മാലിന്യമുക്തമാക്കാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ പുതിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുമ്പോഴാണ് ചിലരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള നിരുത്തരവാദിത്വപരമായ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇത് കടുത്ത നടപടി തന്നെ അർഹിക്കുന്നതാണ്. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലത്തെത്തി. മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. പയ്യന്നൂർ നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇന്ന് പുലർച്ചയോടുകൂടി 7 ചാക്കോളം വേസ്റ്റുകൾ കൊണ്ട് നിക്ഷേപിച്ചതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നഗരസഭയുടെ ഹരിതകർമ്മസേനാംഗങ്ങൾ എല്ലാ സ്ഥാപനങ്ങളിലും
വീടുകളിലും പോയി അജൈവ മാലിന്യങ്ങളെല്ലാം ശേഖരിച്ച് വരുന്നുണ്ട്. എന്നിട്ടും ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായിട്ടുള്ള പ്രവണതകൾ പല ആളുകളുടെയും ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളത് വളരെ ഖേദകരമാണ്. ഇത്രയും നല്ല നിലയിലേക്ക് ശുചിത്വവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ നഗരസഭയിൽ പ്രവർത്തനങ്ങൾ നടത്തി വരുമ്പോൾ അതിനെ തകർക്കുന്ന നിലയിലേക്കുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ചില ആളുകൾ വളരെ ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി നഗരസഭ കാണുകയാണ്. ശക്തമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് നഗരസഭ മുന്നോട്ട് പോകും. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 40ാം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് പഴയങ്ങാടിയിൽ തുടക്കമായി. ജില്ലാ കൗൺസിൽ യോഗം AICC സെക്രട്ടറി PV മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 40ാം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് പഴയങ്ങാടിയിൽ വർണ്ണാഭമായ തുടക്കം. മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് K മോഹനൻ അധ്യക്ഷത വഹിച്ചു. നിങ്ങൾ ഈ സർവന്റ് ലീഡർഷിപ്പ് നോട്ട് എ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്. സർവീസ് ചെയ്യുക, സേവന ചെയ്യുക. ആ സേവനവും നിങ്ങൾ നിങ്ങളുടെ യൂണിയൻ നിങ്ങളുടെ അസോസിയേഷൻ വളർത്തുകയാണ്. കോൺഗ്രസിന് മാർഗദർശനമാണ് സേവനം വേണം. ഗ്രൗണ്ടിൽ വന്നു RSS ഗ്രൗണ്ടിൽ വന്നു നിങ്ങൾ എന്തുകൂടെ പറയുന്നത്? RSS കണ്ടുപിടിക്കുന്നുണ്ടോ? RSS ബാക്ക് സർവീസ്. ഞാൻ പാലക്കാടിൽ ഒരു മണ്ഡലത്തിൽ പോയിരുന്നു. ഞാൻ ചോദിച്ചു ഇയാൾ വീട് എവിടെ? സർ ഇങ്ങനെ പോയ സേവാഭാരതി ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താണ് വീട്. ഞാൻ എന്താ ഈ സേവാഭാരതി ചോദിച്ചു. വാട്ട് ഈസ് സേവാഭാരതി? ഒരു കോൺഗ്രസ് പറയുന്നത് ഈ സേവാഭാരതി പറഞ്ഞാൽ RSSന്റെ ഒരു സേവന സംഘടന, സർവീസ് സംഘടനയില്ലേ? ജില്ലാ ജോയിന്റ് സെക്രട്ടറി KPK കുട്ടികൃഷ്ണൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി MP വേലായുധൻ, KPCC മെമ്പർ MP ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, അജിത് മാട്ടൂൽ, മാടായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് V രാജൻ, സുനിൽ പ്രകാശ്, കല്യാശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കുന്നത്തറ മോഹനൻ, NG സുനിൽ പ്രകാശ്, C ശ്രീധരൻ, KC രാജൻ, MP കൃഷ്ണദാസ്, T കരുണാകരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മൂരിക്കോവിലെ C അനിൽകുമാർ നിര്യാതനായി. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും ദളിത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ പയ്യന്നൂർ മൂരിക്കോവിലെ C അനിൽകുമാർ നിര്യാതനായി. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന പൊതുദർശനത്തിൽ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ, K ജയരാജ്, VC നാരായണൻ, A രൂപേഷ് എന്നിവർ ചേർന്ന് പതാക പുതപ്പിച്ചു. AP നാരായണൻ, MK രാജൻ, M നാരായണൻകുട്ടി, ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയൻ കുട്ടിനടുത്ത്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. നേരത്തെ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, സുരേഷ് ബാബു എളയാവൂർ, യൂത്ത് കോൺഗ്രസ് നേതാവ് സുദീപ് ജെയിംസ്, MP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ആശുപത്രിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. വിലാപയാത്രയായി വീട്ടിലെത്തിച്ച മൃതദേഹം രാത്രി 8 മണിയോടെ സംസ്കരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. മലയാളം സാഹിത്യ അക്കാദമി ആൻഡ് റിസർച്ച് സെന്റർ അപ്രകാശിത നോവലുകൾക്കായി സംഘടിപ്പിച്ച ക്യാമിയോ മത്സരത്തിൽ പ്രകാശൻ കരിവെള്ളൂർ സ്പെഷ്യൽ ജൂറി പുരസ്കാരം കരസ്ഥമാക്കി. 2024 വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ കുത്തിയൊലിച്ചു പോകുന്നു നമ്മൾ എന്ന നോവലിനാണ് ജൂറിയുടെ പ്രത്യേക പുരസ്കാരം കിട്ടിയത്. ഓരോ വർഷവും ഓരോ നോവൽ, ഓരോ നോവലിനും ഓരോ അവാർഡ്. 3 വർഷം കൊണ്ട് 3 അവാർഡുകളാണ് ഈ എഴുത്തുകാരനെ തേടിയെത്തിയത്. 2022 ഗോൽക്കൊണ്ട എന്ന നോവലിന് ഹമീദ് കോട്ടിക്കുളം സ്മാരക തുളുനാട് അവാർഡ് നേടുകയുണ്ടായി. 2023 ഗുണ്ടകളുടെ ലൈബ്രറിക്കാണ് ഗോൾഡൻ പീകോക്ക് അവാർഡ് ലഭിച്ചത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ മലയാളം ലിറ്ററേച്ചർ അക്കാദമി ഏർപ്പെടുത്തിയ കാമിയോ നോവൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരവും പ്രകാശൻ കരിവെള്ളൂരിനെ തേടിയെത്തി. കുത്തിയൊലിച്ചു പോകുന്നു നമ്മൾ എന്ന അപ്രകാശിത കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. ചരിത്രവും മിത്തും ചികഞ്ഞിറങ്ങുന്ന സമകാലീനതയിൽ പൊള്ളുന്ന വർത്തമാന പ്രശ്നങ്ങളെ ഏറ്റെടുക്കുന്നു എന്നതാണ് ഈ നോവലിസ്റ്റിനെ വ്യത്യസ്തനാക്കുന്നത്.
ആറുവരി പാതയുടെ ദുരന്തങ്ങളാണ് ഗോൽക്കൊണ്ട എന്ന നോവൽ പ്രവചിച്ചത്. ഇപ്പോൾ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ നോവലിനാണ് കാമിയോ സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ചത്. മലയാളം ലിറ്ററേച്ചർ അക്കാദമി ആൻഡ് റിസർച്ച് സെന്റർ തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അവരുടേതാണ് ഇപ്പോൾ കിട്ടിയ കാമിയോ നോവൽ അവാർഡ്. സ്പെഷ്യൽ ജൂറി പുരസ്കാരമാണ്. ഈ വർഷത്തെ ഏറ്റവും പുതിയ അവാർഡാണിത്. വയനാട് ദുരന്തത്തെ പശ്ചാത്തലമാക്കിയിട്ട് ഒരു 3 മാസം മുമ്പുള്ള കേരളീയ അന്തരീക്ഷത്തെ പശ്ചാത്തലമാക്കി എഴുതിയ നോവലിനാണ് അവാർഡ്. ഡിസംബർ 15 അത് സമർപ്പിക്കപ്പെടുന്നത്. അധ്യാപന വൃത്തിക്കൊപ്പം എഴുത്തിനെയും സ്നേഹിക്കുന്ന പ്രകാശൻ കരിവെള്ളൂർ ഇപ്പോൾ പരപ്പ ഗവൺമെന്റ് LP സ്കൂളിൽ ഹെഡ് മാസ്റ്ററാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന അടുക്കളത്തോട്ടം പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. പദ്ധതിയുടെ ഉദ്ഘാടനം ഇരിണാവ് കച്ചേരിത്തറയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ നിർവഹിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന അടുക്കളത്തോട്ടം പദ്ധതിയുടെ ഉദ്ഘാടനം ഇരിണാവ് കച്ചേരിത്തറയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ നിർവഹിച്ചു. ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യമമാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി മാറേണ്ടിയിരിക്കുന്ന കാർഷിക മേഖല എന്ന് പറയുന്നത്. കല്യാശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് TT ബാലകൃഷ്ണൻ അധ്യക്ഷനായി. കല്യാശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ B സുഷ പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന 8 പഞ്ചായത്തുകളിലായി തക്കാളി, പച്ചമുളക്, വെണ്ട, വഴുതന തുടങ്ങി 7000 പച്ചക്കറി തൈകളാണ് വിതരണം ചെയ്യുന്നത്. ബ്ലോക്കിൽ ഹരിത മാതൃക വാർഡുകൾ ഒരുക്കും. പ്രസ്തുത വാർഡിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കുകയും പാതയോരങ്ങൾ ശുചീകരിക്കുകയും സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്ത് ഹരിതാപമാക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ചടങ്ങിൽ AV രവീന്ദ്രൻ, പ്രേമ സുരേന്ദ്രൻ, K സിജു, K പ്രീത, രേഷ്മ പരാഗൻ, ഇബ്രാഹിം കുട്ടി ഹാജി, T ചന്ദ്രൻ, M ബാലകൃഷ്ണൻ, ജോയിന്റ് BDO MKP ഷുക്കൂർ, കല്യാശ്ശേരി കൃഷി ഓഫീസർ TT ബുഷ്ര എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് NREG വർക്കേഴ്സ് യൂണിയൻ ചെറുതാഴം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. യൂണിയൻ ജില്ലാ സെക്രട്ടറി K ചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. അപ്രായോഗികമായ NMMS സംവിധാനം നിർത്തലാക്കുക, തൊഴിൽ ദിനം 200 വർദ്ധിപ്പിക്കുക തുടങ്ങിയ 9ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് NREG വർക്കേഴ്സ് യൂണിയൻ ചെറുതാഴം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത്. ചുമടുതാങ്ങിയിൽ നിന്ന് മണ്ടൂരിലേക്ക് നടന്ന പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു. NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി K ചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിനകത്ത് കാർഷിക പഠിക്കുന്ന കാർഷിക തൊഴിലാളികൾക്ക് ഒരു വർഷം കേവലം 20 ദിവസം മാത്രമേ തൊഴിൽ. ഇപ്പോൾ നമ്മൾ പരിശോധിച്ച് കാണാൻ സാധിക്കും, ലോകത്തെ ഏറ്റവും അധികം ആളുകൾ പട്ടിണി കിടക്കുന്ന രാജ്യമായി നമ്മുടെ രാജ്യം മാറി. ലോകത്താകെ പട്ടിണി കിടക്കുന്ന ജനങ്ങൾ 100 കോടിയാണെങ്കിൽ അതിൽ 4% ആളുകൾ, 25 കോടിയോളം ആളുകൾ ഒരു ദിവസം കേവലം 20 രൂപ മാത്രം വരുമാനമുള്ള ആളുകൾ അധിവസിക്കുന്ന രാജ്യമായി നമ്മുടെ രാജ്യം മാറി. NREG വർക്കേഴ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി P കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം V രമേശൻ, NREG വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി E വസന്ത എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വരാനിരിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങളുമായി മുസ്ലിം ലീഗ്. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡേഴ്സ് കോൺക്ലേവ് സംഘടിപ്പിച്ചു. നടക്കാവിൽ നടന്ന കോൺക്ലേവ് മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി A അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പഞ്ചായത്ത് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ, യൂത്ത് ലീഗ്, വനിതാ ലീഗ്, പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറിമാർ, പോഷക സംഘടനാ നിയോജക മണ്ഡലം ഭാരവാഹികൾ, മുസ്ലിം ലീഗ് മണ്ഡലം പ്രവർത്തക സമിതി അംഗങ്ങൾ ഉൾപ്പെടെ 220 പരം പ്രതിനിധികൾ കോൺക്ലേവിൽ ആദ്യാവസാനം പങ്കെടുത്തു. നടക്കാവിൽ നടന്ന കോൺക്ലേവ് മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി A അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. 1947 നവംബർ മാസത്തില് കൽക്കത്തയിൽ വെച്ച് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം ലീഗ് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി ഒരു യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ നിന്ന് നമ്മുടെ ഈ മദ്രാസ് മേഖലയിൽ നിന്ന് പുറപ്പെടേണ്ട 2 നേതാക്കളായിരുന്നു
കായികമേറ്റ മുഹമ്മദ് ഇസ്മായിൽ സാഹിബും KMCD സാഹിബും മദ്രാസിൽ നിന്ന് തീവണ്ടി മാർഗമാണ് അവർ അന്ന് കൽക്കത്തയിലേക്ക് പോകേണ്ടത്. സിദി സാഹിബ് നേരത്തെ തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി വണ്ടിയിൽ കയറി സീറ്റ് പിടിച്ച് യാത്ര ചെയ്യാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയെങ്കിലും മണ്ഡലം പ്രസിഡന്റ് PKC റൌഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട് ആമുഖ പ്രഭാഷണം നടത്തി. വിവിധ വിഷയങ്ങളിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയം, ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഷറഫുദ്ദീൻ, മോട്ടിവേഷൻ ട്രെയിനർ ഹംസ പാലക്കി എന്നിവർ ക്ലാസ് എടുത്തു. VKP ഹമീദ് അലി, AGC ബഷീർ, TCA റഹ്മാൻ, AB ഷാഫി, ലത്തീഫ് നീലഗിരി, NKP മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ കോൺക്ലേവിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കറവ പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണം തുടങ്ങി. ഇടയിലേക്കാട് ക്ഷീരോത്പാദക സംഘത്തിൽ നടന്ന ചടങ്ങിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ കാലിത്തീറ്റ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തീർച്ചയായിട്ടും ക്ഷീരകർഷകരെ സംബന്ധിച്ച് വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്നാലും ചില കർഷകർ പരമ്പരാഗതമായിട്ട് ഇത് ക്ഷീരകർഷകർ എന്നുള്ള രീതിയിലേക്ക് ചെയ്തു പോരുന്ന ആളുകൾ എല്ലാ നഷ്ടങ്ങളും സഹിച്ചുകൊണ്ടും അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു നാട് കൂടിയാണ് നമ്മുടെ. ചിലപ്പോൾ പുതിയ കർഷകർ ഇതിൻ്റെ ഭാഗമായിട്ട് കടന്നു വരുന്നുണ്ടാവാം. എന്നാലും പഴയകാലം തൊട്ട് ഇന്നും ക്ഷീരകർഷക എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ക്ഷീരകർഷകർ എന്നുള്ള രീതിയിലേക്ക് അതൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കണ്ടുകൊണ്ട് അതിൻ്റെ ലാഭനഷ്ടങ്ങൾ നോക്കാതെ ഇതേ രീതിയിൽ ഇതൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഈ ഒരു പഞ്ചായത്തിലെ 13 വാർഡുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 52 കർഷകർക്കാണ് കാലിത്തീറ്റ വിതരണം നടത്തുന്നത്. 3 മാസത്തേക്ക് 50% സബ്സിഡിയോടെ 2.5 ക്വിന്റൽ തൂക്കം വരുന്ന കാലിത്തീറ്റയാണ് നൽകുന്നത്. ഇടയിലേക്കാട് ക്ഷീരോത്പാദക സംഘത്തിൽ നടന്ന ചടങ്ങിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ കാലിത്തീറ്റ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് P ശ്യാമള അധ്യക്ഷത വഹിച്ചു. വലിയപറമ്പ് വെറ്റിനറി ഡിസ്പെൻസറിയിലെ വെറ്റിനറി സർജൻ ഡോക്ടർ V സംഗീത, പഞ്ചായത്ത് അംഗം K അജിത, ക്ഷീരോത്പാദക സംഘം പ്രസിഡന്റ് K മധുസൂദനൻ, സെക്രട്ടറി KV രജിത, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ KP ഉഷ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. റോഡരികിൽ കാട് വളർന്ന് അപകട ഭീഷണി ഉയർത്തുന്നു. പിലാത്തറ മാതമംഗലം റോഡിൽ ചന്തപുര കോക്കാട്ടുവയൽ ഭാഗത്താണ് കാട് വളർന്ന് അപകട ഭീഷണി ഉയർത്തുന്നത്. പിലാത്തറ മാതമംഗലം റോഡിൽ ചന്തപുര കോക്കോട്ടുവയൽ ഭാഗത്താണ് കാട് വളർന്ന് റോഡരികിലേക്ക് തള്ളി നിന്ന് അപകട ഭീഷണി ഉയർത്തുന്നത്. വാഹനങ്ങൾ വരുമ്പോൾ കാൽനട യാത്രക്കാർക്ക് റോഡരികിലേക്ക് മാറി നിൽക്കാൻ കൂടി കഴിയാത്ത നിലയിലാണ് കാട് വളർന്നിരിക്കുന്നത്. ചില ഭാഗത്ത് ഒരാൾ പൊക്കത്തിലാണ് കാട്. അതുകൊണ്ട് തന്നെ കാട്ടിലേക്ക് മാലിന്യങ്ങൾ വരെ വലിച്ചെറിയുന്നുണ്ട്. മലയോര മേഖലയിലേക്ക് ഉൾപ്പെടെ നിത്യേന നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രധാന റോഡ് കൂടിയാണിത്. കാട് വളർന്ന് അപകട ഭീഷണിയായി മാറുകയാണെന്ന് ഡ്രൈവർമാർ പറഞ്ഞു. ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കാട് വെട്ടിത്തെളിക്കണമെന്നാണ് യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. NREG വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കരിവെള്ളൂരിൽ പ്രകടനവും സത്യാഗ്രഹവും സംഘടിപ്പിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം V നാരായണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. NREG വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കരിവെള്ളൂർ ഓണക്കുന്നിൽ പ്രകടനവും സത്യാഗ്രഹവും സംഘടിപ്പിച്ചു. സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത്. കരിവെള്ളൂരിലെത്തി തിരിച്ച് ഓണക്കുന്ന് പെരളം റോഡിൽ തന്നെ സമാപിച്ചു. സത്യാഗ്രഹം CPIM ജില്ലാ കമ്മിറ്റി അംഗം V നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിന് ചെറുതെങ്കിലുമുള്ള ആശ്വാസവും സംരക്ഷണവും സുരക്ഷിതത്വവും നൽകുന്നതാണെന്ന കാര്യം കഴിഞ്ഞ 10-16 വർഷങ്ങളിലൂടെ വ്യക്തമാക്കപ്പെട്ട് കഴിഞ്ഞതാണ്. 2004 ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന UPA-യുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് തൊഴിലുറപ്പ് നിയമം രാജ്യത്ത് ലോകസഭയിൽ കൊണ്ടുവന്ന് പാസാക്കി നടപ്പാക്കാൻ തുടക്കം കുറിച്ചതെന്ന കാര്യം നമ്മളെല്ലാം ഓർമ്മിക്കുന്നുണ്ട്.
തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിൽ പ്രതിഷേധിക്കുക, കാർഷിക മേഖലയെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക, തൊഴിലാളി വേതനം വർദ്ധിപ്പിക്കുക തുടങ്ങി 7ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. പി പങ്കജാക്ഷി അധ്യക്ഷയായ ചടങ്ങിൽ അപ്യാൽ രാഘവൻ, സി ബാലകൃഷ്ണൻ, എ പ്രസന്ന തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള ബസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ 5ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സെമിനാറിന്റെ സ്വാഗത സംഘം രൂപീകരണം പയ്യന്നൂർ CITU ഓഫീസിൽ വച്ച് നടന്നു. മുൻ MLA സി കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ബസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ 5ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സെമിനാറിന്റെ സ്വാഗത സംഘം രൂപീകരണം പയ്യന്നൂർ CITU ഓഫീസിൽ വെച്ച് നടന്നു. മുൻ MLA സി കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. സെമിനാർ ഒരു സംസ്ഥാന സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടി എന്നുള്ള നിലയിൽ ഏറെ പ്രാധാന്യങ്ങളുണ്ട്. ആ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് സെമിനാർ വിജയിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിന് നേതൃത്വം നൽകുന്ന സംഘാടക സമിതിയാണ് ഇവിടെ രൂപീകരിക്കാൻ പോകുന്നത്. ബസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ അത് സംസ്ഥാന തലത്തിൽ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്ന ഒരു സംഘടന. നമ്മുടെ കണ്ണൂർ ജില്ലയിലെയും കേരളത്തിലെയും ട്രേഡ് യൂണിയനുകളുടെ പ്രസ്ഥാനത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇടപിടിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ബന്ധമാണ്. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. U നാരായണൻ, VK ബാബുരാജ്, KK കൃഷ്ണൻ, UV രാമചന്ദ്രൻ, K രാഘവൻ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി PV കുഞ്ഞപ്പനെ ചെയർമാനായും U നാരായണനെ ജനറൽ കൺവീനറായും തെരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തലശ്ശേരി അതിരൂപതയിലെ ആദ്യത്തെ ദിവ്യകാരുണ്യ കോൺഗ്രസ് ഡിസംബർ 11 മുതൽ 14 വരെ തോമാപുരം ദിവ്യകാരുണ്യ നഗറിൽ നടക്കും. അതിരൂപതയിലെ 210 ഇടവകകളിലെ 80,000-ലധികം വരുന്ന കുടുംബാംഗങ്ങളെ പ്രതിനിധീകരിച്ച് 20,000-ലധികം പേർ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കും. കോൺഗ്രസിന് ഒരുക്കമായി 750 പേരടങ്ങുന്ന 24 കമ്മിറ്റികളാണ് തയ്യാറെടുപ്പുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഡിസംബർ 11, 12, 13 ദിവസങ്ങളിൽ വൈകിട്ട് 4:30 മുതൽ രാത്രി 9:30 വരെ പ്രശസ്ത ധ്യാനഗുരു ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ നയിക്കുന്ന ദിവ്യകാരുണ്യ കൺവെൻഷൻ നടക്കും. 12, 13 ദിവസങ്ങളിൽ രാവിലെ മുതൽ യുവജനങ്ങൾക്കായുള്ള സിംപോസിയം നടക്കും. സമാപന ദിവസമായ 14-ാം തീയതി ശനിയാഴ്ച രാവിലെ മുതൽ ദിവ്യകാരുണ്യ പഠന ശിബിരവും സമൂഹബലിയും പ്രദക്ഷിണവും നടക്കും. ദിവ്യകാരുണ്യ എക്സിബിഷനിൽ പരിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്ന അന്ത്യാത്താഴം, മിശിഹായുടെ കുരിശുമരണം, ഉത്ഥാനം, വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ ദിവ്യകാരുണ്യ പ്രതീകങ്ങൾ തുടങ്ങിയവയുടെ ലൈവ് ഷോയും അത്ഭുതങ്ങളുടെ സ്റ്റിൽ മോഡൽസും ഉണ്ടാകും. പരിപാടിയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ദിവ്യകാരുണ്യ കോൺഗ്രസ് ജനറൽ കൺവീനർ മോൺസിഞ്ഞോർ മാത്യു ഇളന്തുരുത്തിപ്പടവിൽ, വൈദികരായ മാണി മെൽവട്ടം, ജോൺസൺ അന്ത്യാംകുളം, ജോസഫ് തൈക്കുന്നപ്പുറം, ഫിലിപ്പ് ഇരിപ്പക്കാട്ട് തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. 1500ഓളം വരുന്ന ആദ്യ കുർബാന ഡ്രസ്സിൽ കിരീടമൊക്കെ എടുത്ത് നെറ്റൊക്കെ ഇട്ട് അണിനിരക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും 40 ധൂപപ്പെട്ടികൾ, 40 കൈമണികൾ, 40 വലിയ തിരിക്കാലുകൾ, 1500ഓളം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികൾ മുന്നിൽ അണിചേരുന്ന ദിവ്യകാരുണ്യ പ്രദർശനമാണ് ടൗണിലേക്ക് നടക്കുന്നത്. അതിന്റെ പിന്നിലായിട്ട് 100 കണക്കിന് വൈദികരും 100 കണക്കിന് സിസ്റ്റേഴ്സും അതുപോലെ തന്നെ വിവിധ ഇടവകളിൽ എത്തിച്ചേരുന്ന 1200-ലധികം വരുന്ന ഡെലഗേറ്റ്സും എല്ലാവരും വെള്ള വസ്ത്രത്തിൽ അണിനിരന്ന ദിവ്യകാരുണ്യ പ്രദർശനത്തെ അനുഗമിക്കും. അതിന്റെ പിന്നിലായിട്ട് ജനങ്ങൾ മുഴുവനുമാണ് ദിവ്യകാരുണ്യ പ്രദർശനത്തെ അനുഗമിക്കുന്നത്. ഈ 1 കിലോമീറ്റർ വരുന്ന ഈ ടൗൺ ചുറ്റി വരുമ്പോൾ 1500 അമ്മമാര് മുത്തുക്കുടകളുമായിട്ട് 2 ലൈനായിട്ട് ഈ വീഥിയുടെ ഇരുവശങ്ങളിൽ നിലയുറപ്പിച്ചിട്ട് അതിന്റെ മധ്യയാണ് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഈ പല്ലക്ക് കടന്നു പോകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പോത്താങ്കണ്ടം ആപ്തി ഫാമിന്റെ നേതൃത്വത്തിൽ ഡിസംബർ 1 മുതൽ 4 വരെ പോത്താങ്കണ്ടം ആപ്തി നഗറിൽ കന്നുകാലി പ്രദർശനം നടക്കും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രദർശനം ഉദ്ഘാടനം ചെയ്യും.
വിവിധ തരത്തിലുള്ള ഭാരതീയ പശുവർഗത്തെ പരിചയപ്പെടുത്തുകയും അതിലൂടെ ഗുണമേന്മയുള്ള നാടൻ പശുക്കളെ അടുത്തറിയാനും ഇവയെ വളർത്താനുള്ള താല്പര്യമുണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് പ്രദർശനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. കാസർഗോഡ് കുള്ളൻ, വെച്ചൂർ കുള്ളൻ, കപില, ഗീർ, സഹിവാൽ, രാധി, കാങ്കരേജ്, പുങ്ങന്നൂർ, ബർഗൂർ, കൃഷ്ണ പശു, ഹള്ളിക്കർ, ഓങ്കോൾ, ജാഫ്രാബാഡി എരുമ, മുറ എരുമ തുടങ്ങിയ കന്നുകാലികളും ഒട്ടകപക്ഷി, യമു, സിൽവർ പസന്റ്, ബാൻഡം കോഴികൾ, അമേരിക്കൻ സിൽക്കി, കരിങ്കോഴി, വിവിധ തരം ബ്രീഡുകളിലുള്ള പ്രാവുകൾ തുടങ്ങിയ പക്ഷികളും കനേഡിയൻ പിഗ്മി ആടുകൾ തുടങ്ങിയവയും പ്രദർശന നഗരിയിലുണ്ടാകും. ഡിസംബർ 1 രാവിലെ 10 മണിക്ക് പ്രദർശനം തുടങ്ങും. കണ്ണൂർ ACP KV വേണുഗോപാലൻ, പഞ്ചായത്ത് അംഗം ഷജീർ ഇക്ബാൽ, നടൻ നെല്ലിക്കെട്ട് നമ്പൂതിരി, സുധീർ മാടകത്ത്, പഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിക്കും. തുടർന്ന് സുധീർ മാടകത്തിന്റെ മാജിക് ഷോ അരങ്ങേറും. ഡിസംബർ 2 വൈകിട്ട് 6 മണിക്ക് പിലാത്തറ കുന്നുംപുറം ദേശീയ കലാസമിതിയുടെ വിഷകണ്ഠൻ ഡ്രമാറ്റിക് വിൽക്കലാമേള അരങ്ങേറും. 3 വൈകുന്നേരം വൈകിട്ട് 6 മണിക്ക് പയ്യന്നൂർ SS ഓർക്കസ്ട്രയുടെ ഗാനമേള അരങ്ങേറും. പ്രദർശനം ഡിസംബർ 4 ഉച്ചയ്ക്ക് സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ സ്വാമി കൃഷ്ണാനന്ദ ഭാരതി, TM ജയകൃഷ്ണൻ, മനോജ് കടേക്കര, വിജേഷ് കുന്നുമൽ, ദിനിൽ പോത്താങ്കണ്ടം, KM വിജയകുമാർ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ചപ്പാരപ്പടവ് മേഖലാ സമ്മേളനം പെരുമ്പടവിൽ നടന്നു. സംസ്ഥാന അഡ്വൈസറി ബോർഡ് ചെയർമാൻ A. വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ചപ്പാരപ്പടവ് മേഖലാ സമ്മേളനം പെരുമ്പടവിൽ നടന്നു. സംസ്ഥാന അഡ്വൈസറി ബോർഡ് ചെയർമാൻ A. വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. അത്രയും വിശാലമായ ചിന്താഗതിയോടുകൂടി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് CWS. എല്ലാ വിധത്തിലും നമ്മൾ ആലോചിച്ചാൽ നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും. കേരളത്തിൽ എല്ലാ പ്രദേശങ്ങളിലും ഇതേപോലെ മേഖലാ സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി, കേരളത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് വേണ്ടി, ദുരിതം അനുഭവിക്കുന്നതിന് വേണ്ടി, അവരെ എല്ലാം സഹായിക്കാൻ വേണ്ടി ഈ CWS പ്രതിജ്ഞാബദ്ധരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ചടങ്ങിൽ വെച്ച് മരണാനന്തര ഫണ്ട് വിതരണം നടന്നു. ചടങ്ങിൽ KT ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. K. രഞ്ജിത്ത്, KG ഷിജു, K. ബിനു, E. ചന്ദ്രൻ, അജികുമാർ, MV ഗംഗാധരൻ, ദാമോദരൻ വെള്ളാവ്, ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് 60 വയസ്സിന് മുകളിലുള്ള മുതിർന്ന മെമ്പർമാരെ ആദരിക്കുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിന് പെരളം കൊഴുമ്മൽ ഗ്രൗണ്ടിൽ തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T. ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിന് പെരളം കൊഴുമ്മൽ ഗ്രൗണ്ടിൽ തുടക്കമായി. നവംബർ 26 മുതൽ ഡിസംബർ 8 വരെ പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ വച്ചാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുക. പെരളം സ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ മത്സരമാണ് നടക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T. ഗോപാലൻ കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ മേഖലയിലെ കലാകായിക പ്രേമികളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം മേളകളെല്ലാം ഗവൺമെന്റ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. ചടങ്ങിൽ വാർഡ് മെമ്പർ C. പ്രിയ അധ്യക്ഷയായി. PV കുഞ്ഞിക്കണ്ണൻ, PV രമേശൻ, പവിത്രൻ കണ്ണിയാട്ട്, TV ചന്ദ്രൻ, രവി മാസ്റ്റർ കല്ലത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന വയോജന സൗഹൃദ പഞ്ചായത്തിന്റെ വിജയത്തിനായി കൊഴുമ്മലിൽ വയോജന ക്ലബ്ബ് രൂപീകരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന വയോജന സൗഹൃദ പഞ്ചായത്തിന്റെ വിജയത്തിനായി കൊഴുമ്മലിൽ വയോജന ക്ലബ്ബ് രൂപീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ്, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C. ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഈ പ്രായത്തിൽ 59 വയസ്സിന് മേലിൽ എത്ര വയസ്സിനില്ല ഇല്ല, ആ പ്രായത്തിലുള്ളവർ എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും നമുക്ക് പരസ്പരം കണ്ടറിഞ്ഞ് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഉന്മേഷം വരുത്തി ഏറ്റവും സന്തോഷപ്രദമായ ഒരു വയോജന കാലഘട്ടം ഉണ്ടാക്കിയെടുക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കാണ്. ചടങ്ങിൽ M. സതീശൻ അധ്യക്ഷനായി. വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, K. കരുണാകരൻ മാസ്റ്റർ, K. രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PP
ദിവ്യ മോഡൽ സ്ത്രീ ശാക്തീകരണം നാടിന് ആപത്താണെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ. കേരളത്തിലെ സർക്കാർ സമസ്ത മേഖലയിലും പരാജയമെന്നും ഷാനിമോൾ ഉസ്മാൻ. KSSPA ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മാടായിൽ നടന്ന വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. എരമം പുല്ലുപാറ ഭാഗത്ത് പുലിയെ കണ്ടതായി അഭ്യൂഹം. രാത്രിയിൽ കാറിൽ വരുമ്പോൾ റോഡരികിൽ നിന്നും ഓടിമറയുന്നത് കണ്ടെന്ന് പ്രദേശവാസികൾ. സ്ഥലത്ത് പരിശോധന നടത്തി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. 16 വർഷങ്ങൾക്ക് ശേഷം മുതിനൂരിന്റെ മണ്ണിലെത്തിയ കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വേദികൾ വ്യാഴാഴ്ച ഉണരും. സ്റ്റേജ് തര മത്സരങ്ങൾ ബുധനാഴ്ച പൂർത്തിയായി. 8 വേദികളിലായി ബുധനാഴ്ച നടന്നത് 28 ഇനങ്ങളിലെ മത്സരങ്ങൾ. പയ്യന്നൂരിനെ മാലിന്യമുക്തമാക്കാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ പുതിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുമ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് 7 ചാക്കോളം മാലിന്യങ്ങൾ തള്ളി. ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ പ്രവർത്തനം നടപടി അർഹിക്കുന്നത്. പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് നഗരസഭ അധികൃതരും ആരോഗ്യവകുപ്പും സ്ഥലത്തെത്തി. കർശന നടപടിയെന്ന് ചെയർപേഴ്സൺ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.